നേരെ മുൻപിലുള്ള കോമുക്കായുടെ കടയിൽ മിഠായി മേടിക്കാൻ പോകുമ്പോൾ അവൻ ഒരിക്കലും പൈസ കൊണ്ടുവരില്ല എന്ന് പറയുന്ന ആ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയ ഗോസിപ്പിംഗ് നിർദോഷകരമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയും ഒരു രഹസ്യം മനുഷ്യനെ സൂക്ഷിക്കാനായിട്ട് അധികം പറ്റില്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അതെങ്ങനെ മറ്റുള്ളവർക്ക് ബാധിക്കും എന്ന് അറിയാത്ത ഒരു പ്രായം. ഞങ്ങൾ ജബലള്ളിയിലേക്ക് കമ്പനി മാറി സമയം 7 മണിക്ക് എല്ലാ ആളുകളും ഈ കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്ത് പോകണം. മറ്റെല്ലാവരും കമ്പനിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സൂപ്പർവൈസറുമായിട്ട് എൻ്റെ സഹപ്രവർത്തകരെ കുറിച്ചുള്ള കുറ്റങ്ങളും പറയാൻ തുടങ്ങുകയാണ്. അത് ഉള്ളതുണ്ടാവും, ഇല്ലാത്തതുണ്ടാവും, കുറച്ച് കഥകൾ നെയ്ത് പറഞ്ഞതുണ്ടാവും. ഈ ഒരു പറച്ചിൽ കൊണ്ട് എനിക്ക് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് സൂപ്പർവൈസറുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. കൂടുതൽ ഞാൻ വൈകി വന്നതിന് വേറൊന്നും പറയാതിരിക്കാൻ, അയാളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം. അങ്ങനെ വളരെ കാലഘട്ടങ്ങളിൽ പണിയെല്ലാം കഴിഞ്ഞ് യൂണിബേട്ടൻ മിക്സ് കമ്പനി ഉണ്ട് അവിടെ. ആ കമ്പനിയുടെ വെള്ളം വിടുന്ന ഒരു കനാല് പോലെ ചുറ്റും ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം BIP-യിലെ പാവങ്ങളായ പ്രവാസികൾക്ക് വൈകുന്നേരങ്ങളിലെ വേൽപൂരി പുഴുങ്ങിയ മുട്ടയും കൂട്ടി അവരുടെ വിഷമങ്ങളെല്ലാം മദ്യപാനത്തിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു സമയമാണ് അവിടെ. പല ആളുകളുടെയും സത്യമായിരിക്കാം, പക്ഷെ ആ സത്യം എനിക്ക് നേരിട്ട് ബോധ്യമില്ലാത്ത സത്യങ്ങൾ ഇത് വേറെ ആളുമായിട്ട് പങ്കുവെക്കുന്നു. ഈ പങ്കുവെക്കപ്പെടുന്നതിലൂടെ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാളുമായിട്ട് ഈ പറഞ്ഞ ആൾ അത് പോയിട്ട് പറയുന്നു. എക്സിനെ കുറിച്ച് വൈനോട് പറയുന്നു, വൈ അത് എക്സിനോട് തന്നെ പറയുന്നു. അപ്പോൾ എക്സ് ഞാനും തമ്മിൽ ശത്രുതയാവുന്നു. മാത്രമല്ല ഇതിലെ പല ഗോസിപ്പിങ്ങുകളും വഴിവിട്ട് മാറി ശത്രുത കൊണ്ടും അസൂയ കൊണ്ടും പലരുടെയും ജീവിതത്തിൽ തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് എനിക്കും ഉണ്ടാകുന്നുണ്ട്. കാരണം അതിൻ്റെ തിരിച്ചടികൾ നമുക്ക് ആ രീതിയിൽ തന്നെ കിട്ടും. അവരിൽ നിന്ന് വേറെ രീതിയിൽ നമുക്കും അത് തിരിച്ചടിയാവും. പലപ്പോഴും നമ്മൾ കരുതും ഈ തിരിച്ചടികളെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. നമുക്ക് മനസ്സിലാവില്ല അത് കിട്ടുമ്പോൾ ഇന്ന വഴിക്കാണ് ഇത് വന്നതെന്ന് അറിയില്ല. പണ്ട് നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലമായിരിക്കും അത് അവർ തന്നെയാവും നമ്മൾ ചെയ്യുക. അല്ലാണ്ട് കർമ്മ സിദ്ധാന്തമല്ല ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്.